വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയുടെ നിർമ്മാണോദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഗുഡ് മോർണിംഗ്. വൃന്ദ, ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. വൃന്ദയ്ക്കും അറിയാം, കാരണം വൃന്ദയും കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ മൊത്തം ഒരു വലിയ സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. വയനാട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഭൂപ്രദേശം, മികച്ച വിനോദസഞ്ചാര മേഖല. മാത്രമല്ല, വയനാട്ടിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമ ഡയലോഗുണ്ട്, വയനാട്ടിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റീലുകളിലെ ഒരു ഡയലോഗാണ്, ആ സിനിമ ഡയലോഗ്. ഇപ്പോഴത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ഒരിക്കലെങ്കിലും അത് പോകണം, ആ ഭൂപ്രകൃതി ഒന്ന് കാണണം. തീർച്ചയായിട്ടും ഈ തേയിലക്കാടുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര, വളരെ മനോഹരമായ യാത്ര. ആ വയനാട് പക്ഷേ പലപ്പോഴും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ അപര്യാപ്തത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വയനാടാണ് നമ്മൾ കാണുന്നത്. ഈ സമീപകാലത്ത് എടുത്തു പറയേണ്ടത് താമരശ്ശേരി ചുരത്തിൽ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലും ഗതാഗത തടസ്സവും. അത് കാരണം വയനാടുകാർക്ക് സ്വന്തം നാട്ടിലേക്കും തിരിച്ച് ആ നാട്ടിൽ നിന്ന് പുറം നാടുകളിലേക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും മറ്റിടങ്ങളിലെ ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ, ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ഒരു ദൃഢനിശ്ചയം കൊണ്ട് പൂർത്തിയാക്കപ്പെട്ട ഒരു പദ്ധതി, ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയ ഒരു പദ്ധതി, പൂർത്തിയാക്കപ്പെട്ടതിന് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയ ഒരു പദ്ധതി. അതിന് ഇന്ന് അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ആനക്കാംപൊയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിർവഹിക്കുകയാണ് വൈകിട്ട്. അതോടുകൂടി യാഥാർത്ഥ്യമാകുന്നത് വർഷങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഈ ആനക്കാംപൊയിൽ കള്ളാടി വനമേഖലയിലൂടെയുള്ള ഒരു മേപ്പാടിയിലേക്കുള്ള ഒരു യാത്ര, അത് ഏകദേശം പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആളുകൾ കാൽനടയായി ആനക്കാംപൊയിൽ വഴി ഈ വനമേഖലയിലൂടെയൊക്കെ പുഴ കടന്നൊക്കെ സഞ്ചരിച്ച് മേപ്പാടിയിൽ എത്തിയിരുന്നു മനുഷ്യർ. പക്ഷേ അങ്ങനൊരു യാത്ര ഉണ്ട് എന്നുള്ളത് കാലങ്ങളായി ഈ നാട്ടുകാർ തന്നെ, ആനക്കാംപൊയിൽക്കാരൊക്കെ ഇത് സംബന്ധിച്ച് ഈ ബദൽപാതയുടെ ഒരു സാഹചര്യം, താമരശ്ശേരി ചുരത്തിന് ബദലായിട്ടുള്ള ഒരു ബദൽപാതയുടെ ഒരു സാധ്യത പലപ്പോഴും തുറന്നിട്ടെങ്കിലും അതിന് ഒരു വലിയൊരു ഗതിവേഗം വന്നത് 2016 ഇപ്പോഴത്തെ പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു ഘട്ടത്തിലാണ്. അതിൻ്റെ ഒരു നാൾ വഴി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. നാൾ വഴികൾ 2007 അതിൻ്റെ ആദ്യം 2006 തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും LDFൻ്റെ ഒരു പ്രകടന പത്രികയിലും ഒരു വാഗ്ദാനമായിട്ടാണ് ഇത് ബദൽപാത എന്ന് പറയുന്ന ഒരു വാഗ്ദാനം വരുന്നത്. പിന്നീട് പ്രാഥമിക പഠനത്തിൽ അതിനകത്ത് ചുരവും വനവും ഒക്കെ കാണുന്നു, വനഭൂമിയൊക്കെ കാണുന്നു. അങ്ങനെ 2007 അന്നത്തെ തിരുവമ്പാടി MLA ആയിട്ടുള്ള ജോർജൻ തോമസിന്റെ നേതൃത്വത്തിൽ ആനക്കാംപൊയിൽ മേപ്പാടി വനയാത്ര നടത്തുന്നു. 2015 റൂബി സോഫ്റ്റ്ടെക് നടത്തിയ പ്രാഥമിക സർവേ, അന്ന് UDF സർക്കാരാണ്, മാത്രമല്ല KM മാണിയാണ് അന്ന് ധനമന്ത്രി. അന്ന് സർവേ നടത്താൻ അദ്ദേഹം 2 കോടി അനുവദിച്ചു. സർവേയിൽ സ്വർഗംകുന്നിൽ കള്ളാടിയിലേക്ക് തുരങ്കപാതയാവാം എന്ന് പറയുന്നു. അങ്ങനെ സ്വർഗംകുന്നിൽ നിന്നുള്ള തുരങ്കപാത തുടങ്ങുകയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനം. അങ്ങനെ 2016 ഒരു ജനകീയ ആക്ഷൻ കമ്മിറ്റി അന്ന് ജൂൺ 22 രൂപീകരിക്കുന്നു. പിന്നീട് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ഈ കിഫ്ബി ധനസഹായം നൽകിക്കൊണ്ട് 20 കോടി രൂപ അതായത് പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ മെട്രോമാൻ ശ്രീധരനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നിർണായകമായി വഴിത്തിരിവാകുന്നു. അങ്ങനെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിനെ കൊണ്ട് ഇത് ഏറ്റെടുപ്പിക്കാം എന്ന് ഒരു വാഗ്ദാനം അദ്ദേഹം നൽകുന്നു. അങ്ങനെ അത് സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള കത്ത് വരുന്നത് 2016 നവംബർ 13 അങ്ങനെ 2019 ഇതിൻ്റെ ഈ ഒരു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് ഇതിൻ്റെ SPV ആയും PWD നോഡൽ ഏജൻസി ആയിട്ടും കിഫ്ബി ധനസ്ഥാപനവുമായിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് പുറത്തു വരികയാണ്. പിന്നീട് നിരന്തര യാത്രകളും സന്ദർശനങ്ങളും വരുന്നു. ഇന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരുടെ പങ്ക് അതിൽ ഏറ്റവും എടുത്തു പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒക്കെ ഒരു ദൃഢനിശ്ചയം, അതിന് പിന്തുണ നൽകിയ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, പക്ഷേ അപ്പോഴും ഈ ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അലൈൻമെൻറ്റ് ഈ 2021 ഫെബ്രുവരി 18 ഒരു അലൈൻമെൻറ്റ് വരുന്നു. മറിപ്പുഴ ചൂരൽമല, മറിപ്പുഴ മീനാക്ഷി ബ്രിഡ്ജ്, മുത്തപ്പൻപുഴ മീനാക്ഷി ബ്രിഡ്ജ്,
മറിപ്പുഴ കള്ളാടി അങ്ങനെ വരുന്നു. അങ്ങനെ 4 ഒരു അലൈൻമെൻറ്റ് നിർദ്ദേശങ്ങൾ വരുന്നു. അതിൽ മറിപ്പുഴ മീനാക്ഷി ബ്രിഡ്ജിനാണ് സർക്കാർ അംഗീകാരം നൽകുന്നത്. അങ്ങനെ 2022 ഈ ഫെബ്രുവരി 15 പുതുക്കിയ ഒരു ഭരണാനുമതി ടിൻ ട്യൂബ് ടണലും പാലവും ഉൾപ്പെടെ വരുന്ന 2134.5 കോടി രൂപ അതിനകത്ത് വരുന്നു. പിന്നീട് പാരിസ്ഥിതിക അനുമതിക്കായി വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഒടുവിൽ ഈ വർഷം 2025 ജൂൺ 18 കേന്ദ്ര വനശ്രീ മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി വരെ നീളുന്ന ഒരു വലിയ യാത്ര തന്നെ ഇതിൻ്റെ പിറകിലുണ്ട്. ആ ഒരു യാത്ര അത് ഒരു നിതാന്ത പരിശ്രമം തന്നെയുണ്ട്. ആ നിതാന്ത പരിശ്രമം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അതിൽ എല്ലാവർക്കും അഭിമാനിക്കാം. ഇനി തുരങ്കപാതയിൽ ഉണ്ടാവുക 2, അതായത് ഇരട്ട തുരങ്കപാതയാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇരട്ട ടണലാണ് ഇവിടെ വരാൻ പോകുന്നത്. ആ ഇരട്ട തുരങ്കപാതയാണ് ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി വഴി വരാൻ പോകുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആനക്കാംപൊയിൽ നിന്നല്ല, മറിപ്പുഴയിൽ നിന്ന് തന്നെ അപ്രോച്ച് റോഡിൽ, മറിപ്പുഴയിലെ അപ്രോച്ച് റോഡിൽ തുടങ്ങി മീനാക്ഷി പാലത്തിലെ അപ്രോച്ച് റോഡിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് 8.73 കിലോമീറ്ററാണ് പാത. അതിനകത്ത് 8.1 കിലോമീറ്റർ ഇരട്ട ടണലാണ് ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ വയനാട് ജില്ലയിൽ, കോഴിക്കോട് വയനാട് ജില്ലകളിലായിട്ട് 33 ഹെക്ടറാണ് ഇതിനു വേണ്ടി ഏറ്റെടുത്തത്. ഇതിൽ വനഭൂമി നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട്. 90% സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട്. 4 വർഷം കൊണ്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുക. ഈ അതായത് 2 പാക്കേജുകളിലായിട്ടാണ് നിർമ്മാണം. പാലവും അപ്രോച്ച് റോഡുമാണ് ഒന്നാമത്തെ പാക്കേജിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ടണൽ പാത 2ാമത്തെ പാക്കേജിലാണുള്ളത്. 4 വരി ഗതാഗതമാണ് ഇതിനകത്തുണ്ടാകുന്നത്. ടണൽ വെന്റിലേഷൻ ഉണ്ട്, അഗ്നിരക്ഷാ സംവിധാനമുണ്ട്, ടണൽ റേഡിയോ സിസ്റ്റമുണ്ട്, ടെലിഫോൺ സിസ്റ്റമുണ്ട്, ശബ്ദ സംവിധാനമുണ്ട്, ട്രാഫിക് ലൈറ്റ് ഉണ്ട്, CCTV ഉണ്ട്, എമർജൻസി കോൾ സിസ്റ്റം ഉണ്ട്. അങ്ങനെ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇതിൻ്റെ തുരങ്കത്തിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് ബിൽഡ് കോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അങ്ങനെ വലിയൊരു കടമ്പ കടന്നിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയിലേക്ക് അത് നീങ്ങുമ്പോൾ 6 മാസം കൂടുമ്പോൾ വിദഗ്ധ സമിതിയുടെ പരിശോധനയുണ്ടാകും, വിശദമായ വിലയിരുത്തലുണ്ടാകും. അങ്ങനെ വലിയ ഇതാണ്. ഓരോ 300 മീറ്ററിലും ഈ ഇരട്ട ടണലിൽ നിന്നും മറ്റൊരു ടണലിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ ഈ പാസേജുകൾ ഉണ്ടാകും, പാസേജ് റോഡുകൾ ഉണ്ടാകും. അങ്ങനെ വലിയൊരു വികസനത്തിനാണ് ഇന്ന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്, വയനാട്ടിൽ തുടക്കം കുറിക്കുന്നത്. അത് വയനാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് വലിയ കുതിപ്പ് പകരുന്ന ഒരു പദ്ധതിയാകും. കാരണം വയനാട് എന്ന് പറയുന്നത് നമുക്കറിയാം റെയിൽപാത ഇല്ലാത്ത ഒരു ജില്ലയാണ്. ഏറെക്കാലമായി മൈസൂരു റെയിൽപാത എന്ന് പറയുന്ന സ്വപ്നം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടുള്ള മെഡിക്കൽ കോളേജിൻ്റെ അപര്യാപ്തത വയനാടിനുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ അപര്യാപ്തത കൊണ്ട് തന്നെ കോഴിക്കോടൊക്കെ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഈ താമരശ്ശേരി ചുരത്തിലൂടെ ഒരു ദിവസം 15,000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ കണക്ക്. അതിൽ കൂടുതൽ പോകുന്നുണ്ട് എന്നുള്ളത് അനൗദ്യോഗിക കണക്കാണ്. ഔദ്യോഗിക കണക്കാണ് 15,000-ലധികം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ഈ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു വരുമ്പോൾ താഴേക്ക് ഈ മുകളിൽ നിന്നും, അതായത് ഈ ലക്കിടിയിൽ നിന്നും അടിവാരത്തേക്ക്, കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള അടിവാരത്തേക്ക് എത്തണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ ഈ ഗതാഗതക്കുരുക്കിലടക്കം അകപ്പെട്ട് ആംബുലൻസിന് ഉൾപ്പെടെ വരേണ്ടി വരുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഈ ആനക്കാംപൊയിൽ നിന്നും ഈ ടണലിലൂടെ, അതായത് 8.73 കിലോമീറ്ററുള്ള ടണലിലൂടെയുള്ള ഈ യാത്ര, അത് കഴിഞ്ഞ് നേരെ ഈ മേപ്പാടിയിലേക്ക് എത്താൻ നമുക്ക് കേവലം 22 കിലോമീറ്റർ മാത്രം മതി എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു എളുപ്പം, സമയദൈർഘ്യം, വലിയ ഒരു കിലോമീറ്റർ ലാഭം വരുന്നു. സ്വാഭാവികമായും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വയനാട്ടിലെത്താൻ പറ്റുന്നു. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക കേരളത്തിൽ നിന്നും ബാംഗ്ലൂരുവിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള പാതയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. വലിയ വികസന കുതിപ്പിലേക്കാണ് ഇന്ന് നമ്മൾ കുതിക്കാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, നമുക്കെല്ലാം അഭിമാനിക്കാം. ഇനി കേരളത്തിൽ വലിയൊരു വികസനം വരുന്നു എന്നതിൽ അഭിമാനിക്കാം. അതിൻ്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് വൈകുന്നേരം 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കാംപൊയിലെ സ്കൂൾ സജ്ജമാക്കിയ പന്തലിൽ വെച്ച് ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് ആ നാടിൻ്റെ കൂടി ഉത്സവമാവുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ഉത്സവമാവുകയാണ്. ഇതിൽ ഈ ഭരണരംഗത്ത് മാത്രമല്ല, പ്രതിപക്ഷത്തിൽ നിന്നുള്ള MLA-മാരടക്കമുള്ളവർ, ജനപ്രതിനിധികൾ എല്ലാവരും സന്നിഹിതരാവുന്ന ഒരു വലിയൊരു നിമിഷം കൂടിയാണ് അത്. അങ്ങനെ നാടിൻ്റെ ഉത്സവമായി ഈ ഒരു ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മാറുകയാണ്. വൃന്ദ.
പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുക്കുക. നിർമ്മാണോദ്ഘാടനം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ.